ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ലോർഡ്സിൽ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇനി പോരാട്ടത്തിൻ്റെ നാളുകളാണ് ക്രിക്കറ്റ് ലോകത്തെ കാത്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും അവസാനഘട്ട മുന്നൊരുക്കങ്ങളിലാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് കിരീടം നിലനിർത്തുകയാണ് ലക്ഷ്യം. എന്നാൽ 27 വർഷം നീണ്ടു നിൽക്കുന്ന കിരീടദാഹം തീർക്കാനാണ് ദക്ഷിണാഫ്രിക്ക കളത്തിലിറങ്ങുന്നത്. ICC ഇവൻറ്റുകളിൽ ഏറ്റവും സക്സസ്ഫുള്ളായ ടീമുകളിലൊന്നാണ് ഓസ്ട്രേലിയ. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതി അങ്ങനെയല്ല. 1998 അന്ന് ICC നോക്കൌട്ട് ട്രോഫി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചാമ്പ്യൻസ് ട്രോഫി നേടിയതൊഴിച്ച് ഇതുവരെ ഒരു ICC കിരീടവും നേടാൻ പ്രോട്ടിയാസിന് കഴിഞ്ഞിട്ടില്ല. ജാക്കോസ് കാലിസും മാർക്ക് ബൗച്ചറും ജോൺ ഡി റോഡ്സും കളിച്ച ഹാൻസി ക്രോണിയെ നയിച്ച ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രയൻ ലാറയുടെ വിൻഡീസിനെയാണ് 1998 തോൽപ്പിച്ചത്. 5 തവണ ലോകകപ്പ് സെമി ഫൈനലുകളിൽ പരാജയപ്പെട്ട ചരിത്രമാണ് ദക്ഷിണാഫ്രിക്കക്കുള്ളത്. 1992 ആദ്യമായി ലോകകപ്പ് കളിച്ച ടീം അതേ വർഷം തന്നെ ആദ്യമായി സെമിയിലെത്തി. എന്നാൽ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെടാനായിരുന്നു ടീമിൻ്റെ വിധി. 1999 ലോകകപ്പ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടും നെറ്റ് റൺ റേറ്റ് ദക്ഷിണാഫ്രിക്കയെ ചതിച്ചു. 2007 2015 ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിലാണ് തോറ്റത്. ഏറ്റവും ഒടുവിൽ 2023 ലോകകപ്പിൽ സെമി ഫൈനലിലെത്തിയ ദക്ഷിണാഫ്രിക്ക വീണ്ടും ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. 3 വിക്കറ്റുകൾക്കായിരുന്നു പ്രോട്ടിയാസിൻ്റെ തോൽവി. 2007 ആരംഭിച്ച T20 ലോകകപ്പിൽ 2 തവണ സെമി ഫൈനലിലും 1 തവണ ഫൈനലിലും ദക്ഷിണാഫ്രിക്ക തോറ്റു. 2009 2014 സെമി ഫൈനൽ തോൽവികൾ. 2009 പാകിസ്ഥാനും 2014 ഇന്ത്യയുമാണ് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചത്. ഒരു ICC കിരീടം ലഭിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് ലഭിച്ച സുവർണാവസരമായിരുന്നു 2024 T20 ലോകകപ്പ്. എന്നാൽ രോഹിത് ശർമ്മയും സംഘവും 7 റൺസിന് ജയിച്ചു കയറിയതോടെ ദക്ഷിണാഫ്രിക്ക വീണ്ടും കണ്ണീരോടെ മടങ്ങി. 2019-21 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 5-ാം സ്ഥാനവും 2021-23 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 3-ാം സ്ഥാനവുമാണ് ദക്ഷിണാഫ്രിക്ക നേടിയത്. പുതിയ സീസണിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച ടീം പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനക്കാരായാണ് ഫൈനലിലെത്തിയത്. 69.44 പോയിന്റ് ശതമാനം നേടിയ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ കളിച്ച 12 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 8 വിജയങ്ങൾ സ്വന്തമാക്കിയിരുന്നു. 67.54 പോയിന്റ് ശതമാനവുമായി 2-ാം സ്ഥാനത്ത് എത്തിയതോടെയാണ് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികളായി മാറിയത്. ഇത്തവണ കിരീടം തന്നെയാണ് പ്രോട്ടിയാസ് പടയുടെ ലക്ഷ്യം. തുടർച്ചയായി 7 മത്സരങ്ങൾ വിജയിച്ച് ഈ സീസണിൽ കരുത്ത് തെളിയിച്ചാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവ്. സെഞ്ചുറിയനിൽ വെച്ച് പാകിസ്ഥാനെ 10 വിക്കറ്റുകൾക്ക് തകർത്താണ് ദക്ഷിണാഫ്രിക്കൻ ടീം ഫൈനലിന് ടിക്കറ്റ് എടുത്തത്. എന്നാൽ 1999 ലോകകപ്പ് സെമി തോൽവി നടന്ന ബർമിംഗ്ഹാമിൽ നിന്ന് 100 മൈലുകൾ മാത്രം അകലെ ലോർഡ്സിൽ കരുത്തരായ ഓസീസിനെ നേരിടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തെമ്പ ബൗമയുടെ നേതൃത്വത്തിൽ പരിചയസമ്പത്തും യുവത്വവും സംയോജിപ്പിച്ച ടീമുമായാണ് ലോർഡ്സിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയൻ ടീമിനെ നേരിടുക. ഫോമിലുള്ള ഐഡൻ മർക്രം, മാർക്കോ യാൻസൺ, ഡേവിഡ് ബെഡിംഗ്ഹാം തുടങ്ങിയ താരങ്ങൾ ടീമിലുണ്ട്. കഗിസോ റബാഡ, ലുങ്കി എങ്കിഡി പോലുള്ള പേസർമാരും ഓസീസ് വെല്ലുവിളി നേരിടാനുള്ള ഒരുക്കത്തിലാണ്. മുൻകാല തോൽവികളുടെ ഭാരം ഇപ്പോഴത്തെ ടീമിന് മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന ഫിലോസഫിയിലാണ് ദക്ഷിണാഫ്രിക്കയുടെ കോച്ച് ശുക്രി കോൺറോഡ് മുന്നോട്ട് പോകുന്നത്. 1998 വിജയം നടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ താരങ്ങളിൽ പലരും ജനിച്ചിട്ട് പോലുമില്ലെന്നും കോൺറാഡ് പറയുന്നു. എന്തായാലും ലോർഡ്സിൽ മത്സരം ആവേശകരമായി മാറുമെന്ന് ഉറപ്പാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും മികച്ച ഫോമിലാണ്. ഇന്ത്യയെ 3-1 ശ്രീലങ്കയെ 2-0 തകർത്താണ് കങ്കാരു പടയുടെ വരവ്. ഇന്ത്യ അല്ലാത്ത ഒരു ടീമിനെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നേരിടുന്നതിൽ ആവേശം തോന്നുന്നുണ്ടെന്നാണ് ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഓസ്ട്രേലിയ കിരീടം നിലനിർത്തുമോ അതോ 27 വർഷത്തെ കിരീടദാഹത്തിന് ദക്ഷിണാഫ്രിക്ക അന്ത്യം കുറിക്കുമോ എന്ന കാര്യം കണ്ടറിയാം.